ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് വടയാണ്. ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തതാണിത്. 15 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് വടയ്ക്കുള്ള വട ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും ഒരു അര സ്പൂൺ ഉപ്പും പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് വടയ്ക്കുള്ള വട ഉണ്ടാക്കിയെടുക്കാം. വെള്ളം എടുത്ത് അതിൽ കൈ മുക്കി ഉരുളകളാക്കി നമുക്ക് വട ഉണ്ടാക്കാം. നടുക്ക് ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാക്കി കൊടുക്കാം. വീണ്ടും കൈ മുക്കി ഉരുള എടുത്ത് വട ഉണ്ടാക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. തൈര് വടയ്ക്കുള്ള വട റെഡി ആയിട്ടുണ്ട്. വടയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കത് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് 5 മിനിറ്റ് ഒന്ന് വെച്ച് വേഗം എടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് വെച്ചതിന് ശേഷം വേഗം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഒന്ന് പിഴിഞ്ഞ് എടുക്കാം. അതിൽ അധികം വെള്ളം പോകണമെന്നില്ല, കുറച്ചിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ വെള്ളം കുറേശ്ശായിട്ട് കളഞ്ഞിട്ട് എടുക്കാം. തൈര് വടയ്ക്കുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാം. 3 സ്പൂൺ തൈര്, വട എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് തൈര് എടുക്കുക. കുറച്ച് ക്യാരറ്റ്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ശകലം ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര. പുളിയില്ലാത്ത തൈര് വേണം. ഇത് ഇവിടെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുകളിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, തൈര് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.